this government is now making everything recorded. Internet shut down, but they're recording. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു ഗ്ലാസ് ചെയ്തന്നെ ആ ഗ്ലാസ്സിലെ ക്യാമറ ഉണ്ട് എവറിഥിങ് സ്കാനിങ് വൈ ആൻഡ് നൈറ്റ് മോഡി ഈസ് കമ്മിങ് ഹലോ ഫ്രണ്ട്സ് ആരാ ഫ്രണ്ട് ഫുഡ് ഇല്ല ഫോർഗെറ്റ് അബൌട്ട് ഫുഡ് വെള്ളം കൊടുക്കാൻ വേണ്ടി അലൗ ചെയ്യില്ല ആലോചിക്കൂ ഒരു ബോട്ടൽ വെള്ളം തമ്മിൽ ചോദിച്ചു ഇരിക്കുന്നേ രഞ്ജിജി പറഞ്ഞ് എനിക്ക് ഞാൻ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ വേണം ഞാൻ പോവാം എനിക്ക് ഞാൻ പോയിട്ട് നോക്കാം ഫോർ 1 വീക്സ് മെഡിസിൻ നോർമലി ഹോട്ടൽ പ്രൊവൈഡ് ചെയ്യും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ജന്തർ മന്ദറിൽ നിന്ന് മടങ്ങിയത് ജാൻമണി മൂവി വേൾഡ് മീഡിയ ഗ്ലോബൽ എന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഇൻ്റർവ്യൂ ആണ്. ഏകദേശം 22 മിനിറ്റ് ഉണ്ടായിരുന്ന ഈ ഒരു ഇൻ്റർവ്യൂ റീഎഡിറ്റ് ചെയ്ത് വെറും 8 മിനിറ്റ് ആയിട്ട് ചുരുക്കിയിട്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിന് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ജാൻമണിക്കെതിരെ BJP പ്രവർത്തകരും BJPയും നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെയും അദ്ദേഹത്തിൻ്റെ മാതാവിനെയും അപമാനിച്ച കേസിൽ. ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ജാൻമണി ഉന്നയിച്ചിരിക്കുന്ന ഈ ഒരു ആരോപണം നിങ്ങളെല്ലാവരും കേട്ട് കാണും. ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. ഇനിയിപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിക്കൊണ്ട് കൊടുക്കാമെന്ന് കരുതിയാൽ അതിന് പോലീസ് അലോ ചെയ്യുന്നില്ല എന്നാണ് ഇവർ ആരോപിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ജന്തർ മന്ദറിൽ നടക്കുന്ന സമരം എന്ന് പറയുന്നത് വളരെയധികം സെൻസിറ്റീവായിട്ടുള്ള ഒരു ഇഷ്യൂ ആകാണ്ട് സാധ്യതയുള്ള സമരമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണമോ വെള്ളമോ അലോ ചെയ്യാണ്ട് സർക്കാരിന് സാധിക്കില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സംഘടനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഈ കൊണ്ടുവരുന്ന ഭക്ഷണത്തിനകത്തോ വെള്ളത്തിനകത്തോ പോയിസൺ കലർത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ ഉണ്ടാകുന്ന മരണങ്ങൾ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ അതിന് അനുവദിക്കാത്തത്. പക്ഷേ CJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള പ്രിക്വേഷൻ എടുക്കാമായിരുന്നു. അതായത് വെള്ളവും ഭക്ഷണവും എല്ലാം തന്നെ അറേഞ്ച് ചെയ്യായിരുന്നു. അതുപോലെ മെഡിസിനും എന്തുകൊണ്ട് ചെയ്തില്ല? ഇനിയിപ്പോൾ അതിന് ഫണ്ടില്ല എന്നാണ് എല്ലാവരും വാദിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ ഒരു എക്സ് പോസ്റ്റ് പങ്കുവെക്കാം. എക്സ് എന്ന് പറയുന്നത് പഴയ ട്വിറ്റർ. എനിക്കതിനകത്ത് അക്കൗണ്ടുണ്ട്. ഇന്ന് അതിനകത്ത് വന്നിരിക്കുന്ന കുറച്ചധികം വീഡിയോസിൻ്റെ സ്ക്രീൻ റെക്കോർഡുകൾ ഞാനിവിടെ പങ്കുവെക്കുന്നുണ്ട്. CJP ഓർഗനൈസ്ഡ് എ റെസിഗ്നേഷൻ പാർട്ടി ഇൻ എ ബിഗ് ഹോട്ടൽ ഇൻ ഡൽഹി. അതായത് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചതിന് തൊട്ട് പിന്നാലെ അഭിജിത്ത് ദീപ്കെ ഉൾപ്പെടെയുള്ള CJP നേതാക്കളും അവരുടെ കാമുകിമാരും ഡൽഹിയിലെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു പാർട്ടി ഹോസ്റ്റ് ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനിവിടെ മറ്റൊരു വീഡിയോ കൂടി വെക്കാം. ഇതിനകത്ത് കാണുന്ന വ്യക്തിയാണ് അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാവ്. സോ ഡൽഹിയിലെ ഒരു ഹോട്ടലിൽ, അതായത് 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു പാർട്ടി നടത്തണമെങ്കിൽ എത്ര രൂപ ചിലവ് വരുമെന്നാണ് നിങ്ങൾക്കറിയാമോ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഞാനിപ്പോൾ ഒന്ന് തിരക്കിയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ ഒരു ഡീറ്റെയിൽ വെച്ചാണ് ഞാൻ പറയുന്നത്. 20 മുതൽ 30 പേര് വരെയുള്ള ഒരു പാർട്ടിക്ക് 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെ, 50 പേര് മുതൽ 100 പേര് വരെയുള്ള പാർട്ടിക്ക് 5 ലക്ഷം മുതൽ 15 ലക്ഷം വരെ, 200+ അധികം ആളുകളുള്ള ഇതിന് 15 മുതൽ 50 ലക്ഷം രൂപ വരെ. സാധാരണയായി 5 സ്റ്റാർ ഹോട്ടലുകളിൽ വെജ് നോൺ വെജ് ബൊഫെ ഒരാൾക്ക് ഏകദേശം 3000 to 8000. മദ്യ സർവീസ് ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 5000 മുതൽ 15000 വരെ എത്താം. പിന്നെ അവിടെ റൂം എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാടകയും മറ്റു കാര്യങ്ങളും എല്ലാം വരും. സോ ഇത്രയും രൂപ പൊടിക്കാമെങ്കിൽ എന്തുകൊണ്ട് മതിയായിട്ടുള്ള ഭക്ഷണവും വെള്ളവും മെഡിസിനും CJPക്ക് ഈ ഒരു സമരത്തിന് കരുതാൻ പാടില്ലായിരുന്നു? ഇതൊരു പ്രസക്തമായിട്ടുള്ള ചോദ്യമല്ലേ? ഈ ഒരു ചോദ്യത്തിന് ജാൻമണിക്ക് ഉത്തരമുണ്ടെങ്കിൽ ഒന്ന് നൽകുന്നത് നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ജാൻമണി പ്രതികരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ കേസും കൂട്ടമായിട്ട് നിൽക്കുകയല്ലേ ആ ഒരു സാഹചര്യത്തിൽ. ഇനിയിപ്പം CJPയുടെ ഈ ഒരു പാർട്ടിയിൽ മദ്യം വിളമ്പിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു വീഡിയോ വെക്കാം. हेलो फ्रांस, मोदी जी, मोदी जी आपने प्रधान का इस्तीफा लिया, उसको बर्खास्त किया, उसी के खुशी में आज हम लोगों ने केक काटा. बहुत बहुत धन्यवाद फ्रांस.
സോ ഇതിനകത്ത് എനിക്ക് ഏറ്റവും അധികം കോമഡി ആയിട്ട് തോന്നുന്നത് മറ്റൊന്നുമല്ല കേട്ടോ. അഭിജിത്ത് ദീപെ എന്ന് പറയുന്ന CJP നേതാവിന് ടൈഫോയിഡ് സ്ഥിരീകരിച്ചു എന്നൊരു വാർത്ത ഇതിനിടയ്ക്ക് നമ്മുടെ മലയാള മാധ്യമങ്ങളെല്ലാം തന്നെ കൊടുത്തിരുന്നു. ടൈഫോയിഡ് എന്ന് പറയുന്നത് ഒരു പകർച്ചവ്യാധിയാണ്. അത് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ഒരു അസുഖമാണ്. അങ്ങനെ സ്പ്രെഡ് ആവുന്ന ഒരു അസുഖം വെച്ചുകൊണ്ടാണ് ഇയാൾ ഈ പാർട്ടിയിൽ പങ്കെടുത്തത്. അതായത് ഈ പാർട്ടിയിൽ പങ്കെടുത്ത ഇത്രയും അധികം ആളുകൾക്ക് ഈ പറയുന്ന ടൈഫോയിഡ് പകരാനായിട്ടുള്ള സാധ്യത 100% ആണ്. കാരണം ഇവരെല്ലാം തന്നെ അവിടെ വെച്ച് മദ്യപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, ഡാൻസ് കളിച്ചിട്ടുണ്ട്. സോ ഈസി ആയിട്ട് ഇത് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അഭിജിത്ത് ദീപ്കയ്ക്കെതിരെ വേണമെങ്കിൽ ആരോഗ്യവകുപ്പിന് സ്വമേധയെ കേസെടുക്കാവുന്നതേ ഉള്ളൂ. അറിഞ്ഞുകൊണ്ട് ഒരു അസുഖം സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അതും അത്യാവശ്യം ഗൗരവപരമായിട്ടുള്ളൊരു കുറ്റകൃത്യമാണ്. സോ ഈ ഒരു വിഷയത്തിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഇവരെ വിശ്വസിച്ച് സമരം ചെയ്ത വിദ്യാർത്ഥികൾ മണ്ടന്മാരായി എന്ന് മാത്രമാണ്. കാരണം മറ്റൊന്നുമല്ല, ഇവരെ വിശ്വസിച്ച് കുറേയധികം വിദ്യാർത്ഥികൾ വന്നു, അവർ തല്ലും മേടിച്ച് കുറേയധികം ആളുകൾക്കെതിരെ കേസും വന്നു. ഏകദേശം 2500 പേർക്കെതിരെയാണ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ആയിരിക്കുന്നത്. ആ കേസുകൾ റദ്ദ് ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് ക്രിമിനൽ കേസുകൾ റദ്ദ് ചെയ്യാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇവർക്കെതിരായിട്ടുള്ള കേസ് റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പേഴ്സണോ ഈ ഒരു വിഷയത്തിൽ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഉത്തരം പറയേണ്ടി വരും. ഈ പറഞ്ഞ 2500-ലധികം വിദ്യാർത്ഥികൾ എന്നേക്കുമായിട്ട് കേസും കൂട്ടമായിട്ട് നടക്കേണ്ട സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. സോ ഇങ്ങനെയൊക്കെയാണ് ചില കാര്യങ്ങൾ. നമ്മൾ എല്ലാം ശരിയാവുമെന്നൊക്കെ കരുതിയിരുന്നു കഴിഞ്ഞാൽ നടക്കില്ല. ചില നല്ല മുഖങ്ങൾക്കിടയിലുമുണ്ട് കപടതയുടെ മുഖംമൂടി. സോ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഓക്കെ എന്നാൽ ബൈ.